ചിറ്റഗോങ് ആർമറി കേസ് അനുശീലൻ യുഗന്ധർ പാർട്ടികളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് HSRAയുടെ അംഗങ്ങളും ഉടൻ തന്നെ ഒരു പുതിയ ഗ്രൂപ്പായിട്ട് സ്വയം സംഘടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ചിറ്റഗോങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള സൂര്യസെന്നിൻ്റെ നേതൃത്വത്തിൽ ചിറ്റഗോങ് ഗ്രൂപ്പും ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1926 മുതൽ 28 വരെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ സെൻ അറസ്റ്റിലാവുകയും പിന്നീട് തടവുകളാവുകയും ചെയ്തിട്ടുണ്ട്. അനന്ത് സിംഗ്, ഗണേഷ് ഘോഷ്, ലോകനാഥ് ബാവുൾ തുടങ്ങിയിട്ടുള്ള വിപ്ലവകാരികളായിട്ടുള്ള യുവ മനസ്സുകളെയാണ് സൂര്യ സെൻ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭഗത് സിംഗ് ലാഹോർ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ആ ഒരു സമയത്ത് സൂര്യ സെന്നും അനുയായികളും ബംഗാളിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ചിറ്റഗോങ് ആയുധശാല റെയ്ഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളൊക്കെ വെല്ലുവിളിക്കുക എന്നാണ് ഇവരുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിറ്റഗോങ്ങിലെ ആയുധ പുരകളൊക്കെ വിപ്ലവകാരുടെ സഹായത്തോടെ അവരുടെ ആയുധങ്ങൾ തന്നെ പിടിച്ചെടുക്കുക എന്നാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എല്ലാ ടെലിഫോണുകളും വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാഫ് സംവിധാനങ്ങളൊക്കെ ചിറ്റഗോങ്ങിലും ബംഗാളിലുള്ള മറ്റു ഭാഗങ്ങളിലൊക്കെയുള്ള റെയിൽവേ വിനിമയത്തിനൊക്കെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1930 ഏപ്രിൽ 18 ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഗണേഷ് ഘോഷിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് ഈ ഒരു ആയുധ ശേഖരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സംഘം സഹായ സേനയുടെ ആയുധ ശേഖരം പിടിച്ചെടുത്തു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ചിറ്റഗോങ് ബ്രാഞ്ചിന്റെ പേരിലാണ് റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. റെയ്ഡിന് ശേഷം വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ മറ്റുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് കുറച്ച് വർഷത്തിന് ശേഷം സർക്കാരിന് നേരെയുണ്ടായിട്ടുള്ള റെയ്ഡുകളൊക്കെ തുടരാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യ സെൻ 1933 ഫെബ്രുവരി 16 അറസ്റ്റിലാവുകയും 34 ജനുവരി 12 വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോരാളികൾ പലരും ആ ഒരു സമയത്ത് തന്നെ പിടിക്കപ്പെടുകയും ജീവപര്യന്തം തടവിൽ കഴിയേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്പാക്റ്റ് ഓഫ് റവല്യൂഷണറി ആക്ടിവിറ്റീസ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള അടിച്ചമർത്തലുകളും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചിറ്റഗോങ്ങിലൊക്കെ അടിച്ചമർത്തൽ നടപടികൾക്ക് ഭീകരമായിട്ടുള്ള ഒരു ഭരണം സ്ഥാപിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു കൽക്കത്തയിൽ സാമ്രാജ്യത്തെ കൂടുതലായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് പുകഴ്ത്തിയൊക്കെ പ്രസംഗിച്ച കാരണം കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ യുവതികളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംഭവം കൂടിയാണ് അത് കേട്ടോ. സൂര്യസേനൻ്റെ നേതൃത്വത്തിൽ അവർക്കൊക്കെ അഭയം നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഒരു മെസ്സഞ്ചറിനെ പോലെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പരിശീലനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പ്രീതിലത വദ്ദേദാർ, കൽപ്പന ദത്ത് എന്നിവരെയായിരുന്നു ഈ ഒരു സ്ത്രീകളായിട്ടുള്ള വിപ്ലവകാരികളിൽ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കൽപ്പന ദത്തിനെയും സൂര്യ സെന്നിനൊപ്പം വിചാരണ ചെയ്യുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ വീരവാദം കാണിക്കുന്നതിനോ പകരമായിട്ട് സംഘടനാപരക്ക് കൊളോണിയൽ ഭരണകൂടത്തെ ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു വിപ്ലവകാരികൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിലൂടെ ബ്യൂറോക്രസിയുടെ മനോവീര്യം തകർക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്.